കോഴിക്കോട് കൂത്താളി പഞ്ചായത്ത് മെമ്പർ ധന്യ രമേശിന് വീടിന് നേരെ ആക്രമണം. ബൈക്കിലെത്തി രണ്ടുപേർ വീടിന് നേരെ മദ്യക്കുപ്പി എറിഞ്ഞു. ഇന്നലെ രാത്രിയാണ് സംഭവം. ഒരു പ്രതികരണത്തിലേക്ക്. ഇന്നലെ രാത്രി 11 മണിക്ക് രണ്ടാൾക്കാർ ബൈക്കിന് വന്നിട്ട് ഇങ്ങോട്ടേക്ക് കുപ്പി എറിഞ്ഞതാണ്. ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്നകത്തേക്ക് ഫോൺ എടുക്കാൻ പോയ സമയത്ത് അന്നേരമാണ് എറിയുന്നത്. പിന്നെ സൗണ്ട് കിട്ടി വേഗം തിരിഞ്ഞു നോക്കുമ്പോഴേക്ക് ഒരെന്നെ കണ്ട് മാറിക്കളഞ്ഞു. അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് പോലീസുകാരൊക്കെ ഇന്നലെ രാത്രി തന്നെ വന്നിട്ട് ഇന്ന് രാവിലെ വന്ന് എല്ലാം നോക്കിപ്പോയതാണ്. പിന്നെ എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടുപിടിച്ച് തരണമെന്നാണ് ഭാവിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി അനീഷ് ദേവസ്യായിരുന്നു. അനീഷ്, മെമ്പറോട് ശത്രുതയുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും അവർക്ക് സംശയമുണ്ടോ? പോലീസ് പറഞ്ഞത് എന്താണ്? കോഴിക്കോട് കൂത്താളി ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡ് മെമ്പർ ധന്യ രമേശിന്റെ വീടിന് നേരെയാണ് ഇന്നലെ രാത്രി ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രി 11 മണിയോട് കൂടിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. ഈ രാത്രി വീടിന്റെ ഉമ്മർത്തിരിക്കുന്ന ധന്യക്ക് നേരെ ഈ ബൈക്കിലെത്തിയ ഒരു 2 അംഗ സംഘം മദ്യക്കുപ്പി എറിയുകയായിരുന്നു. ഈ ശബ്ദം കേട്ട് ധന്യ ഒഴിഞ്ഞു മാറിയതിനാൽ ഒരു പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി ഒരു അട്ടിമറി വിജയം നേടിയ ഒരു ജനപ്രതിനിധിയാണ് ഈ ധന്യ. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ വ്യക്തമായൊരു രാഷ്ട്രീയമായൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ധന്യ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ധന്യ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഹാഷ്മി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.